കണ്ടതിൽ വെച്ചിട്ട് ഒരു ബിഗസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു മോളുടെ ബർത്ത്ഡേ പ്രോഗ്രാം അല്ലെ? ഏറ്റവും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും. അപ്പൊ നമുക്ക് മനസ്സിലായത് നിങ്ങൾ എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ബോണ്ട് വെക്കുന്ന കൂട്ടത്തിലാണല്ലേ? അത് എല്ലാവരുമായിട്ട് ഈ ഫാമിലി വ്ളോഗ്സ് എല്ലാവരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് അത്ര വലിയൊരു പ്രോഗ്രാം ആയിരുന്നില്ല അന്ന്. ഷാജഹാൻ എന്ന് പറഞ്ഞ ആളുടെ 1 മില്യൺ സെലിബ്രേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പരിപാടി എന്താന്ന് വെച്ചാൽ ഓൻ കുറെ ആൾക്കാരെ വിളിച്ചു. ആ കൂട്ടത്തിൽ ഞാനും കുറച്ച് ആൾക്കാരെ വിളിച്ച് ഇത് വമ്പം പരിപാടി. രണ്ടാളും കൂടെ ഒന്നിച്ച് നടത്തിയ പ്രോഗ്രാം. ഒന്നിച്ച് നടത്തിയ പ്രോഗ്രാം മെയിൻലി. പക്ഷെ ഇങ്ങനെ ഒരു പുറത്തോട്ട് വന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. പാവപ്പെട്ടവരെ സഹായിച്ച പോരെ, പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ. ഞാനിപ്പോ ഒരു പാവപ്പെട്ട ആളായിരുന്നു. നമ്മളൊരാൾ എന്താന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കില്ല എന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ വരുമ്പോഴും എന്ത് വരുമ്പോഴും പക്ഷെ ഇതൊന്നും വീഡിയോ ഇടൂല എന്നുള്ളൂ. നമുക്കിത് നമ്മൾ ചാരിറ്റി ചെയ്യുന്നതും പൈസ കൊടുക്കണതും കാണിക്കണമെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളങ്ങനെ ചെയ്യലില്ല. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ മോൾക്ക് ബർത്ത്ഡേന്റെ കുറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതേമാതിരി ഇവളുടെ ഡ്രസ്സുകൾ, ഇവൾക്ക് ഈ കൊളാബറേഷനിൽ ഒരുപാട് ഡ്രസ്സ് കിട്ടും. ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം 1 ടൈം ആ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമേ അത് നമ്മൾ തന്നെ നമ്മുടെ പൈസക്ക് ഡെലിവറി അയച്ചു കൊടുക്കല, അതായത് കൊറിയർ അയച്ചു കൊടുക്കല. കാരണം ആവശ്യക്കാർ ഇട്ടോട്ടെ. ഞാനൊക്കെ ഒരു കാലത്ത് ഡ്രസ്സിന് വേണ്ടി കൊതിച്ച ടൈമുണ്ട്. ഇപ്പൊ നിന്റെ വീട്ടിലിരിക്കുന്ന പല കളിപ്പാട്ടങ്ങളും, അതായത് ഞാനന്ന് ആഗ്രഹിച്ച പല കളിപ്പാട്ടങ്ങളും ഞാൻ നിന്റെ മക്കൾക്ക് വാങ്ങി കൊടുത്തിട്ട് നമ്മളെന്താക്കാണ് ആ ഒരു സന്തോഷം ഓളിലൂടെ ഞാൻ കാണാണ്. അതാണ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കിട്ടാത്ത നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ വാങ്ങി കൊടുക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. അതെ അതെ. പക്ഷെ നമ്മളെ ഇപ്പൊ ഒരു പരിപാടി നടത്തിയാലും എന്തെങ്കിലും ചെയ്താലും ആ ഒരു പൈസ നമ്മുടെ കയ്യിൽ വെച്ചിരുന്ന അത് പല കൈകളിലോട്ട് എത്തില്ലല്ലോ. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ആർക്കും പോകുന്നില്ല എന്ന് തോന്നുന്നു. ആർക്കും പോകില്ല. ഇപ്പൊ നമ്മൾ കല്യാണം വെച്ചാല് ആ കല്യാണത്തിന് ഒരു കാറ്ററിംഗുകാരെ വിളിക്കുകയാണെങ്കിൽ അതിൽ അത്രയും പേർക്ക് ജോലി ആ ഒരു ദിവസം കിട്ടണമെന്ന് ആരും ചിന്തിക്കൂല. അതെ. അതാ അവരെ വമ്പം കല്യാണം, ലൈറ്റ് ഉണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു ചിന്തിക്കുള്ളൂ. ഇതിന്റെയൊക്കെ ബാക്കിൽ പണിയെടുക്കുന്ന ആൾക്കാരെ ആരും ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയൊരു വീട് വെച്ചു. ഇപ്പൊ അതന്നെ ഇപ്പൊ വലിയ വീടുകളുണ്ട്. ആൾക്കാർ ചോദിക്കും അത് ആർപ്പാടാണ്. പക്ഷെ ആ ഒരു വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടാവും? പൂന്തോട്ടം വെട്ടി വൃത്തിയാക്കാൻ ആളുണ്ടാവും, കിച്ചണിലെ ആളുണ്ടാവും, അടിച്ചൊരു തുടക്കാൻ ആളുണ്ടാവും. അവർക്കൊക്കെ ജോലിയല്ലേ? അങ്ങനെ ചിന്തിക്കാലോ. ഇതാണ് പൂട്ടി പോയ പോലെയൊക്കെ വരുമാനമാർക്ക് നിന്നില്ലേ? ഈ സിനൂസ് കിച്ചൺ ഇനി ആക്റ്റീവ് ആക്കി എടുക്കാൻ കണ്ടിന്യൂസ് ഡെയിലി വീഡിയോ ഇടാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല. ഇവർക്കൊന്നും സത്യം പറഞ്ഞ എൻ്റെ വീട്ടിൽ ഒരാൾക്കും എന്താണ് യൂട്യൂബ് വീഡിയോ ഇടുക, അതിന്നൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ആർക്കും ഒരു ആഗ്രഹമില്ല. ഈ ആഗ്രഹം മൊത്തം എനിക്കാണ്. ഇതൊന്ന് പൈസ ഉണ്ടാക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവരൊക്കെ ഒരു ലൈഫ് ജീവിക്കുന്നുണ്ടല്ലോ. ഈ ലൈഫ് ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വല്ല ഇൻകം കിട്ടണം. ആ ടെൻഷൻ ഇവർക്ക് ഉണ്ടാവില്ലെങ്കിൽ ആ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? അതായത് ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറവാണല്ലോ. ബട്ട് പിന്നീട് ഒരു ഭയങ്കര ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആണല്ലോ യൂട്യൂബേഴ്സിന്റെ എണ്ണം, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കൂടി. പിന്നെ ആ ഒരു യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് കൂടുമ്പോൾ നമ്മുടെ വീഡിയോസിന് വരുന്ന റീച്ചും കമ്പാരിറ്റീവ്ലി കുറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടോ ശരിക്കും ഇങ്ങനെ ഒരു നിലനിൽക്കണം എന്നുള്ള സംഭവം? ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ടെൻഷനുള്ളൂ. അതായത് ഇപ്പൊ നമുക്കൊരു 5 ലക്ഷം വ്യൂസ് കിട്ടുന്നിടത്ത് പെട്ടെന്ന് 1 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചിലർ ടെൻഷൻ അടിച്ചിട്ട് ആ 1 ലക്ഷം വ്യൂസ് പിന്നെ ഒരു 50,000-ലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർക്കിത് മൈൻഡ് ഔട്ടായിട്ട് നിർത്തുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്, നിർത്തിയവരും ഉണ്ട്. ഞാനിനി ഇത് 30,000 വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ 30,000 വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ടൈമിലുള്ള കോണ്ടന്റിന് അത്ര വാല്യൂ ഇല്ലാത്തതുകൊണ്ടാവും ആ വ്യൂസ് കുറഞ്ഞത്. നേരം അത് കൂടുന്നൊരു ടൈം ഉണ്ടാവും. അതിന് നമ്മുടെ വീട്ടിൽ വല്ല വിശേഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പോഴേ നിർത്തി കഴിഞ്ഞ് പിന്നെ ആ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഞാനിതൊരു ജോബായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷത്തിൽ ഞാൻ 3 ചാനൽ തുടങ്ങിയ 3 ചാനലിലെ പ്ലേ ബട്ടണും ഞാൻ വാങ്ങി വെച്ചു. ആ 3 ചാനലിൽ നിന്നും ഇൻകം വരുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ, എൻ്റെ വെഡ്ഡിങ് അല്ല ഇപ്പോൾ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിലും ഡെലിവറി ടൈം ആണെങ്കിലൊക്കെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കോണ്ടന്റ്സ് കിട്ടുന്ന സമയമാണ്. ഈ കണ്ടിന്യൂസ് ആ ടൈമിലൊക്കെ നമ്മൾ ഈ 3 ചാനലിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നല്ലൊരു ഇൻകം കിട്ടും. കുഞ്ഞുമാവ ഒന്ന് കരഞ്ഞിട്ട് ഒരു കുഞ്ഞു ഗ്യാപ്പ് വന്നു. ഇത്രയൊന്നും ഗ്യാപ്പ് തരലില്ല. നമ്മൾ വന്നോണ്ട് ഇച്ചിരി കൂടെ ഒരു സഹകരണ മനോഭാവമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് സെറ്റാക്കി. ഉറങ്ങിയോ ആള്? ഉറങ്ങിയിട്ടില്ല. സിനു ഇവിടെ ആണെങ്കിലും മൈൻഡ് എവിടെയാണ്. ശരിക്കും പറഞ്ഞാല് കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ള് ആ ഒരു കോൺസെൻട്രേഷൻ മൊത്തം എവിടെ ഇരുന്നാലും അങ്ങോട്ടേക്കായിരിക്കും അല്ലേ? കരയുന്നുണ്ടോ എന്നുള്ളൊരു. ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ടൈമിൽ ഇപ്പൊ നമ്മളെ കുഞ്ഞിന്റെ വീഡിയോസ് കുറെ നമുക്ക് റെക്കമെൻഡ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് വരും. അതിൽ ഈ കുട്ടികളുടെ വായിൽ ഇങ്ങനെ
അടപ്പ് കുടുങ്ങി ആ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ വല്ല അടപ്പും ഉണ്ടോ കല്ലും ഉണ്ടോ, ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഒരു പെറുക്കി തിന്നാലും ഇങ്ങോട്ട് മാറി തുടങ്ങണം. മനസ്സിലായി. അതുവരെ ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വേണം. അതെ, അത് ടെൻഷനല്ലേ. ഗർഭിണിയാകുമ്പോഴും ടെൻഷനാണ്, പുറത്ത് വന്നാലും ടെൻഷനാണ്. ടെൻഷനാണ്. ഇനി വലുതായാലും ടെൻഷൻ, ഒളിച്ചോടി പോവോ ചാടി പോവോ, ഇപ്പോഴത്തെ കാലമല്ലേ. മൊത്തത്തില് ഒരു ടെൻഷൻ മയമാണ്. ഉമ്മ എന്ത് പറയുന്നു? സത്യം പറഞ്ഞാല് സുഖമായിട്ടിരിക്കുന്നോ? ഉമ്മ ഹാപ്പിയാണ്. ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പൊ ഈ ഒരു വീടില്ലേ, ഇപ്പൊ ഈ ഒരു വീട് വെക്കുന്ന ടൈമിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അടിച്ചോരി തുടക്കാനൊന്നും ആളെ കിട്ടണ്ട, നിങ്ങളെ കൊണ്ട് നടക്കൂല കേട്ടോ പറഞ്ഞു. നടക്കുവൊക്കെ അറിയാം. ഇപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ സിറ്റ് ഗർഭിണിയാകുമ്പോഴും ഉമ്മാക്ക് വയ്യാത്താവുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മളൊരു കയ്യില്ലല്ലോ. അപ്പൊ ഈ ഒരു 1.5-2 മാസമായിട്ട് ഈ വീട്ടിലേക്ക് ഒരു ഒരു ജോലിക്കാരത്തിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. അതായത് ഇതൊക്കെ ഒന്ന് അടിച്ചു വെക്കാം, ഇത്രയും പൈസ മുടക്കി ഒരു വീടുണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്താലല്ലേ അതിന്റെ വൃത്തിക്ക് കിടക്കും. പിന്നെ അത് കാണുമ്പോ നമുക്കൊരു ടെൻഷനാ, ഇങ്ങനെ കച്ചറ പിടിച്ച് കിടക്കുമ്പോ. ആരും പറയാനും പറ്റില്ല, കാരണം ഒരു കുട്ടീനെ നോക്കണം, അതൊക്കെ മുകളിലൊക്കെ കേറി ഭയങ്കര പാടന്നെ. അപ്പൊ ഇതായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തേടി നടന്ന് ഇതുവരെ ഒരു ജോലിക്കാരത്തിനെ കിട്ടിയില്ല. ഈ നാട്ടിലെ ജോലിക്കാരത്തിന്റെ ഉമ്മയായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇപ്പൊ പ്രായമായി, പിന്നെ ഈ വീട്ടിൽ നമുക്ക് ഉമ്മാനെ ജോലിക്കാരത്തിയാക്കാൻ പറ്റൂലല്ലോ. ഈ നാട്ടിലെ ജോലിക്കാരി എന്ന് പറഞ്ഞാൽ ഉമ്മ എന്റെ അറിവിൽ ഏകദേശം ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ആറ്റാശ്ശേരി പുറത്ത് ഒരു വിധം വീട്ടിലൊക്കെ 50 റുപ്യക്കൊക്കെ ജോലി ചെയ്തിരുന്നത്. 50 രൂപക്കൊക്കെ ജോലി ചെയ്തിരുന്നത്. ആ 50 രൂപ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കവറിലാക്കിയിട്ട് അത്രയും വീടുകൾ അടിച്ചോരി തുടച്ച് വന്നിരുന്ന ആളാ. ഇന്ന് ഒരു ജോലിക്കാരത്തിന് നമുക്ക് ഇവിടെ കിട്ടാനില്ല. ഇന്ന് നമുക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ ജോലിക്കാരത്തിനെ കിട്ടാനില്ല. കാരണം ഈ നാട്ടിലെ ജോലിക്കാരത്തി ഉമ്മയായിരുന്നു. അതുകൊണ്ട് വരാൻ ആളുകൾക്ക് മടിയാ. അങ്ങനെയുള്ളവരും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ചോദിക്കാനും മടിയുണ്ട്. കാരണം അവര് ജോലിക്ക് പോകുന്ന ആൾക്കാരാ, അവരുടെ കൂടെ ഉമ്മയുടെ കൂടെ ജോലിക്ക് പോയ ആൾക്കാരുണ്ട്. പക്ഷെ അവരെ വിളിച്ച് നമ്മളോട് ജോലിക്ക് വിളിക്കുക ഉമ്മക്ക് ഒരു മടിയാ, എങ്ങനെ വിളിക്കാന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. മനസ്സിലായി. കാരണം ഒരുമിച്ച് ജോലിക്ക് പോയ ആൾക്കാർ, കാരണം രക്ഷപ്പെട്ടത് ഉമ്മേനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഉമ്മാക്കന്നെ വിശ്വാസമായിട്ടില്ല. ഉമ്മയുടെ കൂടെ ജോലി ചെയ്തവരെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് ഉമ്മയ്ക്ക് മടി. പക്ഷെ ഒന്നോർക്കുമ്പോഴത്തേക്ക് അത് നല്ലതാണ്. കാരണം അവർക്കൊരു വിഷമാവണ്ടല്ലോ. കാരണം അവർക്ക് ചിലവർക്ക് ഇപ്പോഴും വീടായിട്ടില്ല, അവരിപ്പോഴും പണി എടുത്തോണ്ട് നിൽക്കുകയാണ്. ഇത് നമ്മള് പറഞ്ഞു ഒരു സമയമാണ്. ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നു. ഓരോ ടൈം നാളെ കഷ്ടപ്പെടുന്നില്ലെന്ന് അറിയാം. പക്ഷെ ഒരു ദിവസം എല്ലാരും പോലെ ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം നടന്നു. പിന്നെ ഭൂമിയിലോട്ട് മനുഷ്യനെ പഠിച്ചു വരുന്നത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കണ്ടേ. അല്ലെങ്കിൽ ആളവിടെ പോയി ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തു ചോദിക്കൂലേ. അവസരം തന്നിട്ടൊന്നും. ഇനി ഇതൊക്കെ പറയുന്നത് രക്ഷപ്പെട്ടോന്നല്ലേ ഇതൊക്കെ പറയാനും പറ്റുള്ളൂ. അങ്ങനെ എന്താ വെച്ചാൽ നമ്മള് രക്ഷപ്പെട്ടു എന്ന് നമുക്കിപ്പോ ഒരു മനുഷ്യൻ രക്ഷപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് 3 നേരത്തെ ഫുഡും കാര്യങ്ങളും കിട്ടിയാൽ മതി. കാരണം ഞാൻ എൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാവുന്ന ടൈമില് ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത് പൈസ ഒന്നുമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസുഖങ്ങളാണ് വരാതിരിക്കുക. കാരണം നമുക്ക് ഒന്നും ഭക്ഷിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ അടുത്ത് 1 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ പൈസ നോക്കൂല, നമുക്ക് എന്തെങ്കിലും അന്നം കിട്ടിയാൽ മതിയെന്ന്. കാരണം എൻ്റെ വാപ്പ അവസാനത്തെ ടൈമിൽ ഒരു ബിരിയാണി വേണമെന്ന് ചോദിക്കുമ്പോൾ മൂപ്പർക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ വയറിലാന്ന് അസുഖം ഉണ്ടായിരുന്നു. വായിൽ വെക്കുമ്പോൾ അപ്പം ഛർദ്ദിക്കും. അപ്പം നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുക പൈസക്കെ അല്ല, നമുക്ക് ഒരു 3 നേരം ഫുഡ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് അസുഖങ്ങളില്ലാതിരിക്കുക, അത്രേ ഉള്ളൂ.